கோமூத்திரத்தை எடுத்துன்னு வந்தாராம், கடன்னு குடிச்சாராம், 15 நிமிஷத்துல தொடர்ந்து போயிடுத்தான். அதனால ஆன்டி பாக்டீரியல், ஆன்டி ஃபங்கல், ഡൈജസ്റ്റീവ്. ഗൗതമേ, ഗോമൂത്രത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഗോമൂത്രം നല്ലൊരു സംഗതിയാണെന്ന് വിചാരിച്ച് അതൊക്കെ കുടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് ഈ കമന്റിലൊക്കെ കാണാറുണ്ട്, ഗോമൂത്രം കുടിക്കുന്നവർ നീയൊക്കെ പിണക്കൊക്കെ പോയി ഗോമൂത്രം ചാണകത്തിൽ മുങ്ങുന്നവർ എന്നൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോ ഗോമൂത്രം കുടിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ചെറിയ ആളുകളൊന്നുമല്ല, വലിയ ആളുകളൊക്കെ. അതെ, എന്താ എന്റെ ഡീറ്റെയിൽസ്? ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെയും ഈ ഗോമൂത്ര വിവാദം ഈ കോവിഡ് സമയത്തൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഗോമൂത്ര പാർട്ടി നടത്തുക, കോവിഡ് മാറാൻ വേണ്ടിയിട്ട് ഗോമൂത്രം കുടിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ചില സംഘടനകളുടെ നേതാക്കളൊക്കെ രംഗത്ത് വരിക, ഒരുപാട് ആളുകളെയൊക്കെ അണിനിരത്തി ഒരുപാട് ലിറ്റർ ഗോമൂത്രം കുടിക്കുന്ന വിഷ്വൽസ് പ്രചരിപ്പിക്കുക. കോവിഡ് വന്നത് നോൺ വെജിറ്റേറിയൻ, അതായത് പച്ചക്കറി തിന്നുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊറോണ വൈറസ് വന്നത് എന്നതടക്കമുള്ള പ്രസ്താവനയാണ് ഈ ഗോമൂത്രം പാർട്ടിയൊക്കെ നടത്തിയവർ അന്ന് ആ സമയത്ത് പ്രചരിപ്പിച്ചിരുന്നത്. ഈ വൈറസ് യഥാർത്ഥത്തിൽ നോൺ വെജിറ്റേറിയൻ ഈറ്റേഴ്സിന് വേണ്ടി വന്നതാണെന്നാണ്. അപ്പം നമ്മൾ കോവിഡ് കാലത്താണ് യഥാർത്ഥത്തിൽ ഈ ഗോമൂത്രമാണ് കോവിഡിനുള്ള പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവുകയും അത് സയൻറ്റിഫിക്കലി അത് ശരിയല്ല എന്ന് മന്ത്രാലയം പോലും കേന്ദ്രം പോലും രംഗത്ത് വന്ന് പറയുകയുണ്ടായി. ഇത്തരം തെറ്റിദ്ധാരണപരമായിട്ടുള്ള കാര്യങ്ങളെ ആളുകൾ വിശ്വസിക്കരുത്. സയൻസിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള എവിഡൻസും ഈ കാര്യം ബാക്ക് ചെയ്യാനായിട്ട് ഇല്ല, അതുകൊണ്ട് വിശ്വസിക്കരുത് എന്നാണ് കേന്ദ്രമടക്കം രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞിരുന്നത്. എങ്കിലും ചില ആളുകൾ, ചില ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഇപ്പോഴും ഗോമൂത്രം കുടിക്കുന്നുണ്ട്. ഗോമൂത്രം നിത്യേന കുടിച്ച് ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്ന, ആരോഗ്യം നിലനിർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 6 അക്ക ശമ്പളം വാങ്ങുന്ന ആളുകൾ പോലും ഗോമൂത്രം കുടിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ്. അത്തരത്തിലൊരാളാണ് ഇപ്പം വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം മദ്രാസ് IITയിലെ ഡയറക്ടറാണ്. വി കാമകോടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. சன்னியாசி வந்தாராம். அவர் வந்த உடனே அவர் நல்ல ஜுரம் அடிச்சுதான். உடனே ஒரு டாக்டரை கூப்பிடலாமான்னாராம். அப்பா அந்த சன்னியாசி பேர் மறந்து போயிடுத்து. அப்பா உடனே சொன்ன உடனே கோமூத்திரம் பிபாமி அப்படின்னாராம். உடனே போய் அங்க மாட்டுல சிவாஸ்தானத்துல கோமூத்திரத்தை எடுத்துன்னு வந்தாராம், கடன்னு குடிச்சாராம், 15 நிமிஷத்துல தொடர்ந்து போயிடுத்தான். அதனால ஆன்டி பாக்டீரியல், ஆன்டி ஃபங்கல், டைஜஸ்டிவ், இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரம், இது மாதிரி பல இதுக்கு நமக்கு கோமயம்ங்கிறது நமக்கு பெரிய മെഡിസിൻ. இந்த மெடிசினல் வேல்யூ நம்ம എടുത്തുക്കണം. അദ്ദേഹത്തിന്റെ അച്ഛന് പനി വന്നപ്പോൾ ഒരു സന്യാസി നിർദ്ദേശിച്ചു ഗോമൂത്രം കുടിക്കാൻ. ഗോമൂത്രം കുടിച്ചതിൽ പിന്നാലെ 15 മിനിറ്റിനകം ഈ പനി പമ്പ കടന്നു, പനി മാറി എന്ന ഒരു ക്ലെയിമാണ് അദ്ദേഹം ഒരു വീഡിയോന് മുമ്പിൽ, ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഗോമൂത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പുതിയ ചർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചെന്നൈയിലെ ഒരു ഗോപൂജ ചടങ്ങിലാണ് ഇദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോപൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിലാണ് ഈ കാര്യം. പക്ഷെ ഇവിടെ ശ്രദ്ധേയം അദ്ദേഹത്തിന്റെ ഈ ഒരു തസ്തികയാണ്. അദ്ദേഹം ആരാണ് എന്നുള്ളതാണ്. IIT ഡയറക്ടർ. അത് IIT ഡയറക്ടർ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, സാധാരണ ആളല്ല. പക്ഷെ അങ്ങനെ ഒരാൾ പോലും ഈ ഒരു അഭിപ്രായം മുമ്പോട്ട് വെക്കുമ്പം എന്തെങ്കിലും ഒരു സംഗതി ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ കോവിഡിന് ശേഷം വലിയ രീതിയിൽ ഈ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുകയും അല്ലെങ്കിൽ ആയുർവേദ ചികിത്സാ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 77%, 2017 ഒരു റിപ്പോർട്ട് പ്രകാരം 77% ആളുകളും ഇന്ത്യയിൽ ആയുർവേദത്തിനെ ആശ്രയിക്കുന്നുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ, ആയുർവേദ മരുന്നുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ്
മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു ആരോഗ്യ സംവിധാനമാണ്, ആരോഗ്യ ചികിത്സാ സംവിധാനമാണ്. അതെ, നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു പഴക്കം, ഏതാണ്ട് 10,000-2000 വർഷത്തോളമുള്ള ഒരു പഴക്കം യഥാർത്ഥത്തിൽ ഈ ഒരു ആയുർവേദത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയുർവേദത്തിൽ കൃത്യമായിട്ട് പല ചികിത്സയ്ക്കും ഈ മരുന്നായിട്ട് നൽകുന്നത് ഈ ഗോമൂത്രം അടങ്ങിയിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് നൽകുന്നത്. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ സ്യൂഡോ സയൻസ് എന്ന രീതിയിലാണ് വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കാഴ്ചപ്പാടനുസരിച്ച് ഇതൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത്. ഇതിന് യാതൊരു തരത്തിലുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല ഈ ആയുർവേദം കൊണ്ട് ഈ മരുന്നുകളൊക്കെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾക്ക് ഏതാണ്ട് 3000 BC മുതലേ ആ സമയത്ത് മുതലേ ഈ പാർക്കിൻസൺ രോഗത്തിന് ആയുർവേദത്തിലെ ഒരു പ്രത്യേക ഒരു ചെടിയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ള ക്ലെയിമുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വെസ്റ്റേൺ മെഡിസിന് പോലും ഈ പാർക്കിൻസണിന് ഈ ഒരു പ്ലാന്റിൻ്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡായിട്ട് ഈ പാർക്കിൻസൺ രോഗത്തിന് ഈ ആയുർവേദത്തിലെ ചില ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാർത്ഥൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ അക്ഷയ് കുമാർ, പ്രശസ്തനായിട്ടുള്ള ബോളിവുഡ് നടനായിട്ടുള്ള അക്ഷയ് കുമാർ ഒരു പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ വർഷമോ അതിനു മുമ്പോ ആണെന്നും തോന്നുന്നു, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് സെഷനിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വൈൽഡ് ലൈഫ് അഡ്വഞ്ചറർ ആയിട്ടുള്ള ബിയർ ഗ്രിൽസ് അദ്ദേഹമായിട്ട് നടത്തിയ ഒരു ആശയവിനിമയത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. തൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന്, തൻ്റെ ഫിസിക്കലായിട്ട് നല്ല ഫിറ്റാണ് അക്ഷയ് കുമാർ. അതിനൊക്കെ സഹായകരമായത് ഈ ഗോമൂത്രം കുടിക്കലാണ്. താൻ ദിവസേന വെറും വയറ്റിൽ ഗോമൂത്രം കുടിക്കുന്ന ഒരാളാണ് എന്ന് വളരെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ ഒരു നടനാണ് ഈ അക്ഷയ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഉദാഹരണങ്ങളും നമ്മൾക്ക് മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഇത് ട്രോളുകൾക്ക് വിധേയമാകണോ, ഈ ഗോമൂത്രം കുടിക്കലിനെ കളിയാക്കണോ, അതോ എന്തെങ്കിലും കാര്യം ഇതിലുണ്ടോ എന്ന പരിശോധനയാണോ നടത്തേണ്ടത് എന്നത് കൃത്യമായിട്ടും ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സോഡിയം, പൊട്ടാഷ്യം, ക്രിയാറ്റിൻ, ഫോസ്ഫറസ്, അതുപോലെ എപ്പിത്തലിക്കൽ സെൽസ് തുടങ്ങിയ ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ഈ ഗോമൂത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതൊരു കണ്ടെത്തിയ സത്യം കൂടിയാണ്. തീർച്ചയായും. അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഗോമൂത്രം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എല്ലാത്തിനുള്ള മരുന്നൊന്നുമല്ല. കൊറോണയ്ക്കുള്ള മരുന്നാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയുള്ള മരുന്നാണ് എന്നൊക്കെ പറയുന്നതിൽ എല്ലാത്തിനും സമ്പൂർണ്ണ പരിഹാരം അമൃതാണ് ഗോമൂത്രം എന്ന് പറഞ്ഞ് കുടിച്ച് ലിറ്റർ കണക്കിന് ഗോമൂത്രം കുടിക്കുന്നതിനൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊന്നും അല്ല അതിൻ്റെ കാര്യം. പക്ഷേ ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ ആയുർവേദത്തെ, സിദ്ധയെ അല്ലെങ്കിൽ അത്തരം മെഡിസിനുകളൊക്കെ പാരമ്പര്യ വൈദ്യത്തെയൊക്കെ അടയാളപ്പെടുത്തി ഗോമൂത്രത്തിന് ഔഷധ വീര്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഈ പണ്ടൊക്കെ ചതവ് പറ്റിയാൽ, ഇൻറ്റേർണലായിട്ട് ചതവൊക്കെ പറ്റി വീണ് കഴിഞ്ഞാൽ, അടി കിട്ടിയാലൊക്കെ നമ്മൾ ആദ്യം ആയുർവേദ ഡോക്ടർമാരുടെ വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് രാവിലെ ആദ്യം പശു ആദ്യമായി, അതായത് ഒരു പുലർച്ചെ 4 മണിക്ക് ശേഷം പശു ആദ്യമായി ഒഴിക്കുന്ന മൂത്രം എടുത്തിട്ട് ഉപ്പിട്ട ഗോമൂത്രം കുടിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഉപ്പിട്ട ഗോമൂത്രം കുടിക്കുമ്പോൾ നല്ല ശരീരത്തിൽ കല്ലിച്ച് നിൽക്കുന്ന നീർക്കെട്ട്, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരു 4 ദിവസം ഇത് കുടിക്കുമ്പോഴേക്ക് തന്നെ നമ്മളെ നീർക്കെട്ടും നീരും പ്രശ്നങ്ങളും എല്ലാം പോവുകയും മൂത്രതടസ്സം ഉണ്ടെങ്കിൽ ആ മൂത്രതടസ്സം പോവുകയായിട്ട് നമുക്ക് ധാരാളം ആളുകൾക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ അനുഭവസ്ഥരാണ്, നമ്മുടെ തലമുറകളെല്ലാം അനുഭവസ്ഥരാണ്. പാത്രം കുടിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷെ അനുഭവസ്ഥരായ ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഗോമൂത്രം കുടിച്ചിട്ട് അനുഭവസ്ഥരായ ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പല ആളുകൾക്കും ഇപ്പം പരിചയത്തിലുള്ള ആളുകളുണ്ട്. അതായത് ഈ എന്താ പറയുക, ചതവ് വീണിട്ട് ചതവ് പറ്റിയ ആൾക്കാർ, ഈ കളരിക്ക് പോയിട്ട് ചതവ് പറ്റിയ ആൾക്കാർ, പിന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് അടിച്ചു വീണിട്ട് ബുദ്ധിമുട്ട് വന്ന ആൾക്കാർ, പിന്നെ ചില തമ്മിൽ കയ്യാങ്കളിയായി ബന്ധപ്പെട്ട് നാഭിക്ക് ചവിട്ടി കിട്ടി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാലം ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പോവാതിരുന്ന, അതായത് പിന്നീട് ഗോമൂത്രം കൃത്യമായ സമയത്ത്, അത് കൃത്യമായ അളവുണ്ട്, സമയമുണ്ട്. മെഡിസിനായി ഉപയോഗിക്കുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗോമൂത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അത് എല്ലാത്തിനുള്ള മെഡിസിൻ അല്ല എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം.
രണ്ടാമത്തത് ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഏതിനെയും ആധുനിക വൈദ്യശാസ്ത്രം കൃത്യമായ ഒരു സയൻറ്റിഫിക് മെത്തഡോളജിയിലൂടെ കടന്നു വന്നതിന് മാത്രമാണ് നമ്മൾ സയൻറ്റിഫിക് ആണ് എന്ന് പറയുള്ളൂ, അല്ലാത്തത് നമ്മൾ സയൻറ്റിഫിക് എന്ന് പറയില്ല. ഈ ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, യോഗ ഇതെല്ലാം സ്യൂഡോ സയൻസ് ആണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇതിനൊന്നിനും, അതായത് ഇതൊന്നും ശാസ്ത്രമല്ല. ആയുർവേദ ശാസ്ത്രമല്ല, ഹോമിയോപ്പതി ശാസ്ത്രമല്ല, യുനാനി ശാസ്ത്രമല്ല, ഒന്നും ശാസ്ത്രമല്ല. പക്ഷേ ആയുർവേദം കഴിച്ചിട്ട് എത്ര ആളുകൾക്ക് രോഗം മാറുന്നുണ്ട്? ഒരുപാട് ആളുകൾക്ക് ആയുർവേദം കഴിച്ചതിന് പിന്നാലെ വിശ്വാസ്യത ഏറുന്ന ഉദാഹരണങ്ങൾ നിരവധിയാണ്. അല്ല, നിർബന്ധമായിട്ട് ഇപ്പോൾ ആയുർവേദം കഴിച്ചപ്പം എനിക്ക് ഒരു കാലങ്ങളായിട്ടുള്ള വയറിൻ്റെ പ്രശ്നം, ഒരുപാട് മെഡിസിൻ കഴിച്ചു മാറുന്നു. പക്ഷേ ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും എനിക്ക് കുറയാറുണ്ട് സ്വാഭാവികമായിട്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് ശാസ്ത്രം അംഗീകരിക്കില്ല. നിങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അംഗീകരിക്കില്ല. നമുക്കത് അനുഭവത്തിൽ വന്നാലും ശാസ്ത്രീയമല്ല അത്. കാരണം ശാസ്ത്രം അംഗീകരിക്കണമെങ്കിൽ ആ മരുന്ന് കൃത്യമായി ഇപ്പം 100 ആളാണെങ്കിൽ 100 പേർക്ക് കൊടുത്ത് ആ 100 പേർക്കും തുല്യമായ റിസൾട്ട് വന്ന് 100 പേരാണെങ്കിൽ ഇപ്പം 50 പേർക്ക് ഈ കഷായം കൊടുക്കുന്നു, 50 പേർക്ക് കഷായം എന്ന് തോന്നിപ്പിക്കുന്ന വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. ഇവരോടെല്ലാം പറയുക ഇത് കഷായം തന്നെയാണെന്ന്. എന്നിട്ട് അത് പ്ലാസിബോ ആയിരിക്കും, അതിൽ കഷായം ഉണ്ടാവില്ല. ഈ കഷായം കൊടുത്ത 50 പേർക്കും വയറിൻ്റെ അസുഖം കുറയണം. ഈ പ്ലാസിബോ കൊടുത്ത ആളുകൾക്ക് ഇത് കുറയാനും പാടില്ല. അതായത് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പുറത്ത് കുറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് 1-2 പേർക്ക് അവിടെ സംഭവിക്കുകയും ചെയ്യും. പക്ഷേ ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാന തത്വശാസ്ത്രം എന്ന് തന്നെ പറയുന്നത് ഈ എല്ലാ ആളുകൾക്കും ഒരേ ബോഡി ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ അതിലെ മരുന്നുകളും പല ആളുകൾക്കും പല മരുന്നുകളാണ്. ഇപ്പം ഗൗതമന് വയറിൻ്റെ പ്രശ്നമായിട്ട് പോയി കഴിഞ്ഞാൽ ഗൗതമിൻ്റെ വയറിൻ്റെ പ്രശ്നം പിത്തം, കഫം, വാദം 3 സാധനങ്ങളാണ് ആയുർവേദം നോക്കുന്നത്. അപ്പോൾ അതിൽ ഏതിൻ്റെ കുറവ് കൊണ്ടാണ് കൂടുതൽ കൊണ്ടാണിത് എന്ന് നോക്കിയിട്ടാണ് ഗൗതമന് മരുന്ന് എഴുതുക. അതേ വയറുവേദനയെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു മരുന്നാണ് ഒരു പക്ഷേ എഴുതുക. എൻ്റെയും ഗൗതമിൻ്റെയും പിത്തം കൂടിയ പ്രശ്നം കൊണ്ടാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഒന്ന് എഴുതും. പക്ഷേ അലോപ്പതിയിൽ അങ്ങനെയല്ല. അലോപ്പതിയിൽ പനിക്കാണെങ്കിൽ പാരസെറ്റമോളാണ്, അത് ഒരു ആക്ഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസിക് തന്നെ വളരെ മാറ്റമാണ്. അപ്പം അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് എന്ത് തെളിയിക്കാൻ പറ്റില്ല? ഈ പറയുന്ന ആയുർവേദത്തെയോ ഹോമിയോപ്പതിയോ തെളിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇതിനെയും തെളിയിക്കാൻ പറ്റില്ല. ഗോമൂത്രം ഒരു മരുന്നാണ് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് എല്ലാവരിലും മാറുന്ന ഒരു സാധനമാണെങ്കിൽ മാത്രമേ അത് തെളിയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പറ്റത്തില്ല. ഈ ഗോമൂത്രം പാലിൽ ചാലിച്ച് പാലും ഗോമൂത്രവും മിക്സ് ചെയ്തിട്ട് കഴിക്കുക, അതേപോലെ പാലും വെണ്ണയും നെയ്യും ഗോമൂത്രവും മിക്സ് ചെയ്തിട്ട് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചില പഞ്ചഗവ്യം എന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ചഗവ്യം കേട്ടിട്ടുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്ന് എടുക്കുന്ന 5 ഗവ്യങ്ങളാണ്. അതിൽ പാലുണ്ട്, വെണ്ണയുണ്ട്, ഈ പറയുന്ന ഗോമൂത്രമുണ്ട്, പിന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉരുക്കിയിട്ടുള്ള ചില നെയ് പദാർത്ഥങ്ങളുണ്ട്. ഇതിൽ മരുന്ന് ചാലിച്ചാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. പഞ്ചഗവ്യം മരുന്നാണ്. നാഡീ സംബന്ധമായ രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക്, പാർക്കിൻസൺ, അതുപോലെ തന്നെ ബ്രെയിൻ ഡിമെൻഷ്യ, അതുപോലെ ഓർമ്മക്കുറവ്, ഇതിനൊക്കെ പഞ്ചഗവ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാറുന്ന ആളുകളുണ്ട്. ഇപ്പോൾ BP-ക്ക്, ഷുഗറിന്, പാർക്കിൻസൺ പോലുള്ള അസുഖങ്ങൾക്ക് ആയുർവേദം കാണിച്ച് മാറുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ശാസ്ത്രം അംഗീകരിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ എന്തിന്റെ കാര്യവും, ഈ പറഞ്ഞ ഗോമൂത്രത്തിന്റെ കാര്യവും. പക്ഷേ ഞാൻ വീണ്ടും അവിടെ പറയുന്നു, പക്ഷേ എന്താണ്, എല്ലാത്തിനും ഗോമൂത്രം കുടിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് അത് തെറ്റാണ്. അല്ല, അതാണ് പ്രശ്നം. ഈ കോവിഡ് കാലത്തൊക്കെ ഈ പ്രഖ്യാ താക്കൂറിനെ പോലുള്ള MP-മാർ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ BJP-യിലെ പല നേതാക്കളും, പാർലമെന്ററിയൻ നേതാക്കളും MP-മാരൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡ് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയുമായിട്ട് വളരെ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് പേഴ്സണലി മാറുകയാണെങ്കിൽ അവരത് കുടിക്കട്ടെ, അവരുടെ അനുഭവം അതാണെങ്കിൽ അവർ കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒന്നാമത് ഇവരൊന്നും വൈദ്യന്മാരല്ലെന്നേ. ആയുർവേദമോ വൈദ്യമോ വൈദ്യ പാരമ്പര്യമൊന്നും ഇത് പ്രചരിപ്പിക്കുക, ഇതൊരു സയന്റിഫിക് ക്ലെയിം ഇല്ലാതെ ഇതങ്ങ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇത് കുടിക്കാൻ വല്ല നിർദ്ദേശവും കിട്ടുകയാണെങ്കിൽ കുടിക്കുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ പബ്ലിക് മധ്യേ വന്നിട്ട് ഗോമൂത്രം കുടിക്കുക, യാതൊരു ക്ലെയിമും ഇല്ലാതെ അവകാശപ്പെടുക എന്ന് പറയുന്നത് തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അത് കൂടുതൽ മറ്റേതെങ്കിലും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് പോവുക. അപ്പൊ ദയവ് ചെയ്തിട്ട് ആളുകൾ ഗോമൂത്രം മറ്റ് നിർദ്ദേശങ്ങളോ കൃത്യമായ അറിവുകളോ ഒന്നും ഇല്ലാതെ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഗോമൂത്രം കുടിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്, അതും പറയുന്നുണ്ട് ആയുർവേദത്തിൽ. ആയുർവേദ സംബന്ധമായിട്ടാണെങ്കിൽ ഗോമൂത്രം കുടിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്. വയറിൽ പല ബുദ്ധിമുട്ടുകളുള്ള ചില പ്രത്യേക ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ഇത് കുടിക്കാൻ പാടില്ല. ഈ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ നടത്തിയൊരു കണ്ടെത്തലിൽ
ഈ 14 ടൈപ്പ് 14 രീതിയിലുള്ള വളരെ അപകടകരമായിട്ടുള്ള ബാക്ടീരിയാസ് ഈ ഇതില് ഗോമൂത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ആരോഗ്യപൂർണമായിട്ട് പശുവിൽ നിന്നെടുത്ത മൂത്രമാണ്. ഈ മൂത്രം പരിശോധിച്ചതിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇതിൽ 14 തരത്തിലുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം. യഥാർത്ഥത്തിൽ ഈ 2014 ശേഷം മോഡി BJP അധികാരത്തിന് വന്നതിന് പിന്നാലെ ഈ യോഗയ്ക്കും അതോടൊപ്പം തന്നെ ആയുർവേദത്തിനൊക്കെ വലിയ പ്രചാരണം നൽകുന്ന സാഹചര്യങ്ങൾ അതേപോലുള്ള കാര്യങ്ങളാണ് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടായി. യോഗയ്ക്കൊക്കെ അതിൻ്റെതായ ഒരു മിനിസ്ട്രിയെ തന്നെ രൂപപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് പതഞ്ജലിയുടെ ഒരു വരവ്, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുർവേദ ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് ഈ പതഞ്ജലി മാറി തീർന്നല്ലോ. അപ്പൊ ഈ തനത് സംസ്കാരത്തെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പദ്ധതികളെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം തീർച്ചയായിട്ടും കേന്ദ്രം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില അശാസ്ത്രീയപരമായിട്ടുള്ള അവകാശവാദങ്ങളെയൊക്കെ ഉൾക്കൊള്ളാതെയും ഇരിക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു വിവേകം ആളുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ബേസിക് തോട്ട് ചിന്തിച്ചാൽ മതി. അതായത് ലിവർ രോഗിയായ ഒരാൾക്ക് പാരസെറ്റമോൾ ഗുളിക കഴിക്കാൻ പാടില്ല, സത്യമാണത്. പക്ഷെ പല ഡോക്ടർമാരും പാരസെറ്റമോൾ എഴുതി കൊടുക്കും, അങ്ങനെ ലിവറും പോയിട്ട് മരണപ്പെടും. പല ഇംഗ്ലീഷ് മെഡിസിൻസിൻ്റെയും പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ലിവർ കിഡ്നിയൊക്കെ പോകും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാൽ ആ മരുന്ന് കഴിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന കോഴ്സിൽ ഇത്ര ഡോസിലേക്ക് കഴിക്കാൻ പാടുള്ളൂ എന്ന്. 10 പാരസെറ്റമോൾ ഗുളിക എടുത്തൊരാൾ കഴിച്ചാൽ എങ്ങനെയാണ്? 10 വേണ്ട, 5 പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ മതി അയാൾക്ക് ബുദ്ധിമുട്ട് വരാൻ. പല ആരോഗ്യമുള്ള ആളുകൾക്ക് പല രീതിയിൽ അത് എഫക്ട് ചെയ്യാം. അപ്പം ആ ഒരു ന്യായം മാത്രം ഈ കാര്യത്തിലും ഉപയോഗിച്ചാൽ മതി. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ഇത് കുടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്താ വേണ്ടതെന്നുള്ളത് അത് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അതായത് അറിവുള്ള, ഇപ്പൊ ഗോമൂത്രമാണെങ്കിൽ ആയുർവേദത്തിലൊക്കെ അറിവുള്ള ആളുകളോട് മാത്രം ചോദിച്ചു എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്തിനാണ് എന്നൊക്കെ ആരെങ്കിലും നിർദ്ദേശപ്രകാരം കുടിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും MP-മാരോ ഏതെങ്കിലും ആളുകളോ എൻ്റെ അച്ഛൻ അത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛൻ അത് മാറണമെന്നില്ല. അതായത് അയാളുടെ അച്ഛന് മാറിയത് കൊണ്ട് എൻ്റെ അച്ഛൻ ഇത് മാറണമെന്നില്ല. ഇത് ഉപയോഗപ്പെടുത്തണം, എല്ലാവരുടെ ശരീരത്തിൽ ഒന്നല്ല ഉപയോഗപ്പെടുത്താൻ. എല്ലാവരുടെ ശരീരത്തും ഒരേ സെൻസിറ്റിവിറ്റി അല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കി അറിയുന്ന ഒരാളെ സമീപിച്ച്, അറിയുന്ന ഒരാളെന്ന് ഡോക്ടർ സമീപിച്ച് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി.